മോളിക്കുട്ടി ഒന്ന് പിടിച്ചേ. സാറേ, പുറത്ത് വണ്ടിയില് കാശുണ്ടാക്കാനുള്ള വെപ്രാളത്തിനിടയിൽ കിട്ടാവുന്നിടത്തുനിന്നൊക്കെ കടങ്ങൾ വാങ്ങി ഇപ്പം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് സാറേ. എപ്പോൾ എവിടുന്ന് പണി കിട്ടുമെന്ന് അറിയില്ല. എൻ്റെ അവസ്ഥ കണ്ട് എന്നെ സഹായിക്കാൻ വേണ്ടിയാ ആൻറ്റി ആ സ്ഥലം പണയപ്പെടുത്തിയത്. എന്നിട്ട് എന്താടോ പിന്നെ ആ സ്ഥലം തിരിച്ചു കൊടുക്കാത്ത? സാറേ, ആ കാശ് കൊണ്ടൊന്നും തീരുന്നതായിരുന്നില്ല എൻ്റെ പ്രശ്നങ്ങൾ. പള്ളിപ്പടനെ കാണാനെന്നും പറഞ്ഞ് പിന്നെ എങ്ങോട്ടാ പോയേ? വഴക്കുണ്ടായ അന്ന് കടന്നു സേട്ടുവിൻ്റെ ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. തൽക്കാലത്തേക്കൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ബാംഗ്ലൂരുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്ക് പോയത്. ആരോടും പറയാതെ ഫോൺ ഓഫ് ചെയ്ത് പോയിട്ട് അത് പള്ളിപ്പാടനെ കാണാനാണെന്ന് നുണ പറഞ്ഞ എന്തിനാ? പറഞ്ഞിട്ട് പോയാൽ അവരത് എങ്ങനെയെങ്കിലും അറിയും. അതുകൊണ്ട് സാറേ ഞാൻ പള്ളിപ്പാടൻ്റെ പേര് പറഞ്ഞത്. അങ്ങോട്ടേക്ക് അന്വേഷിച്ച് വരാൻ ഒരുത്തരും ധൈര്യം ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലാതെ അയാൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല സാറേ. പിന്നെ അങ്ങേരെ അറിയാവുന്നതുകൊണ്ട് പറയുക, അയാളെ പൂട്ടാൻ നിങ്ങൾ കുറച്ചുകൂടി പേർക്കേണ്ടി വരും. ടാങ്കർ സഹിച്ചു. ഇയാളാണ് ആ വിക്ടിം എന്ന് ഉറപ്പായി. ഇവനാ വീട്ടിലുണ്ടായിരുന്നതും കൂടി ഉറപ്പ് കിട്ടിയ നമുക്ക് പള്ളിപ്പാടിനെ പൊട്ടാം. എന്താ സാറുമാരെ? പള്ളിപ്പാടൻ്റെ വീട്ടിൽ തിരിച്ച് വീണ്ടും ജോലിക്ക് കയറിയല്ലേ? ഒരു മിനിറ്റ്. വാ. എന്താ സാറേ? ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ അന്നാ വീട്ടിൽ കണ്ട ചോര പള്ളിപ്പാടൻ പറയുന്ന പോലെ കോഴിയുടെ അല്ല. പിന്നെ അത് ഇവൻ്റെ ചോരയാണ്. ടാങ്കർ സഹിച്ചു. ഇവൻ കഴിഞ്ഞ 4 ദിവസമായിട്ട് മിസ്സിങ്ങാ. കൃത്യമായിട്ട് പറഞ്ഞാൽ പള്ളിപ്പാടൻ്റെ വീട്ടിൽ ഇഷ്യൂ നടക്കുന്നതിൻ്റെ തലേ ദിവസം മുതൽ. ഇനി ലീല എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായമാ സാറേ? അവിടെ നടന്ന പുകിലൊക്കെ ലീലയ്ക്ക് അറിയാലോ. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഇവനെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഡീറ്റെയിൽസ് ആ വീട്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഞങ്ങളെ വിളിച്ചൊന്ന് അറിയിക്കണം. അയ്യോ സാറേ, പള്ളിപ്പാടനെ പോലെ ഒരു ക്രിമിനലിനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം ലീലയ്ക്ക് മനസ്സിലായി കാണുമല്ലോ. ചേച്ചി ടെൻഷൻ ആവണ്ട. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചിയാണെന്നുള്ളത് വേറെ ആരും അറിയില്ല. അത് ഉറപ്പാ. അശോക, എന്താടി ഇത്? ഇവരെന്തൊക്കെ ഈ പറയുന്നേ? ഇനി പള്ളിപ്പാടൻ ശരിക്കും... നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. ആ പോയ പോലീസുകാരന് അയാളോടെന്തോ മുൻവൈരാഗ്യം ഉണ്ടെന്നോ അതിൻ്റെ പേര് കേസ് കെട്ടി ചമച്ചതാണെന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ബാക്കി പക തീർക്കാൻ വേണ്ടി എന്നെ കരുവാക്കുക. ഇനി അയാൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെങ്കിലോ? ജോലിക്കിടയിൽ അയാൾ പറഞ്ഞ പോലെ നീ അവിടെ എല്ലാം ഒന്ന് നോക്കിയാൽ മതി. എന്തേലും കിട്ടുവാണെങ്കിൽ നീ എന്നെ ഒന്ന് വിളിച്ചറിയിച്ചാൽ മതി.
ബാക്കിയുള്ള എൻ്റെ ഉയരും പോയി. നീ പറഞ്ഞ ശരിയാ. പള്ളിപ്പാടനോടുള്ള കലിപ്പ് തീർക്കാൻ ശിവരാമൻ വീണ്ടും ഇറങ്ങിയേക്കുന്നതാ. അയാളൊന്ന് കാണിച്ച ഫോട്ടോ ഇല്ലേ, ടാങ്കർ സൈജു ഒരു പോറല് പോലും ഇല്ലാതെ ഈ മാർക്കറ്റിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഫോൺ ഞാൻ മനഃപൂർവ്വം ഓഫ് ചെയ്ത് വെച്ചതാ സാറേ. പക്ഷേ അതിത്രയും വലിയ വള്ളിയൊന്നും ഞാൻ കരുതിയില്ല. ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് 3 ദിവസം മുന്നേ എന്ത് ചെയ്യായിരുന്നു നീ? സാറേ കുറച്ച് പേഴ്സണലാണ്. കാര്യം പറയടാ. സാറേ എനിക്ക് ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. സെറ്റപ്പോ? ആ, എന്ത് സെറ്റപ്പ്? ചിന്ന വീട് സെറ്റപ്പേ. ഞാൻ ഒരാഴ്ച അവിടെ ആയിരുന്നു. ഈ ഭാര്യയുടെ ഫോൺ വിളി ശല്യമെന്ന് കരുതി ഞാൻ ആ ഫോൺ ഓഫ് ആക്കിയതാ സാറേ. തിരിച്ച് ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് അവള് പറഞ്ഞത് സ്റ്റേഷനിൽ നിന്ന് പല പ്രാവശ്യം വിളിച്ചിരുന്നെന്ന്. എന്താ സാറേ കാര്യം? നീ പറഞ്ഞതിന് കള്ളമുണ്ടെങ്കിലുണ്ടല്ലോ ധൈര്യം. നീ 2 കാലം എഴുന്നേറ്റ് അടക്കത്തില്ല. സാറേ ഞാൻ ഉള്ള കാര്യം പറഞ്ഞേ. സാറിന് വേണമെങ്കിൽ അന്വേഷിക്കാനോ? പുലിയെ പിടിക്കാൻ പൂച്ചേനാണോ സാറേ വേട്ടയ്ക്ക് വിടുന്നത്? ഈ തണ്ട് കാണിക്കാത്ത ബുദ്ധിയും വിവരമുള്ള ആരും ഇല്ലേ ഈ കൂട്ടത്തിൽ? പിന്നെ നമ്മൾ തോറ്റുമല്ലോ രാമേട്ട. നമുക്ക് എവിടെയാ മിസ്റ്റേക്ക് പറ്റിയത്? ഈ ടാങ്കർ സ്വിച്ച് അല്ലെങ്കിൽ പിന്നെ അതാരായിരിക്കും?